ആലപ്പുഴ ചാരമൂട്ടിൽ ഗൃഹനാഥൻ ജീവനൊടുക്കിയ സംഭവത്തിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിനെതിരെ RBI ഗവർണർക്ക് കുടുംബത്തിന്റെ പരാതി എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. സ്ഥാപനത്തിൽ നിന്നുള്ള ഭീഷണിയെ തുടർന്നാണ് വള്ളികുന്നം സ്വദേശി ശശി ജീവനൊടുക്കിയെന്നാണ് കുടുംബം പറയുന്നത്. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും കുടുംബം പരാതിയും നൽകി. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. അശ്വിന് ആകെ ചെറിയ തുക എടുത്തിട്ടുള്ളൂ. അതിൽ തന്നെ 2000 ചില്ലുവാൻ രൂപയുടെ ഒരു അടവ് മുടങ്ങിയതിന് അങ്ങേയറ്റം ഭീഷണിപ്പെടുത്തിയെന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത വണ്ണം മാനസികമായി പീഡിപ്പിച്ചെന്നൊക്കെയാണ് കുടുംബത്തിന്റെ പരാതി. ശരിയാണെങ്കിൽ അത് ഗുരുതരമായ പ്രശ്നമാണ്. അശ്വിൻ, ഹാഷ്മി, നിലവിലിപ്പോൾ RBI ഗവർണർക്കാണ് പ്രാഥമികമായി കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. ഇത് വളരെ തുച്ഛമായൊരു തുകയാണ് ഈ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്നും ശശി വീട് പണിയുടെ ആവശ്യത്തിനായി എടുത്തത്. അതിൽ ഒരാഴ്ചത്തെ തിരിച്ചടവായ 672 രൂപ വൈകി എന്നാരോപിച്ചാണ് ഇത്തരത്തിൽ ഈ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൻ്റെ 2 ബ്രാഞ്ചുകളിൽ നിന്ന് ജീവനക്കാർ ഒരു ദിവസം പൂർണ്ണമായും വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയത്. തന്നെ പുറത്തു പോകാൻ പോലും അനുവദിച്ചില്ല എന്ന പറയുന്നുണ്ട്. RBIക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് നിയമവിരുദ്ധമായ രീതിയിൽ പലിശ ഈടാക്കുന്നു, ഒപ്പം ഈ പലിശ പിരിക്കാനെത്തുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് വളരെ മോശമായ രീതിയിലും ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുമൊക്കെ ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഏറ്റവും പ്രധാനമായി പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് RBI ഗവർണർക്ക് നൽകിയിരിക്കുന്ന പരാതിയിലുള്ളത്. അതിന് പുറമെ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട്. അതിൽ ഈ പണപ്പിരിവുമായി ബന്ധപ്പെട്ട ഭീഷണിയുടെയും മറ്റും കാര്യങ്ങൾ വിശദമായി പറയുന്നുണ്ട്. ഈ ആത്മഹത്യയിൽ വിശദമായ അന്വേഷണം നടത്തി നീതി വാങ്ങിത്തരണം എന്നുള്ളൊരു ആവശ്യം ഈ പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് നാളെയാണ് ശശിയുടെ മൃതദേഹം സംസ്കരിക്കുന്നത്. അതിന് മുന്നോടിയായി ഈ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിന് മുന്നിൽ മൃതദേഹവുമായി പ്രതിഷേധിക്കാനുള്ള ആലോചനയും നടക്കുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകും മുമ്പ് അനിവാര്യമായ ഒരു ഇടപെടൽ ഇതിൽ വേണം എന്നുള്ള കാര്യം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയെയും RBI ഗവർണറെയും ഒക്കെ കുടുംബം സമീപിച്ചിരിക്കുന്നത്. ഹാഷ്മി, ഇതിൽ അടവ് തുക തുച്ഛമായ അടവ് തുകയാണ്. അപ്പോൾ അതിൽ പലിശയുടെ പേരിലാണോ എന്ന് നമുക്കറിയാം. നമുക്ക് ഈ പഴയ കൊള്ളപ്പലിശ ഓപ്പറേഷൻ കുബേരയിൽ അടങ്ങിപ്പോയ പഴയ കൊള്ളപ്പലിശ സംഘം ഇത്തരത്തിൽ അടവും മുടങ്ങിയതിനെതിരെ ഗുണ്ടാപ്പണി കാണിക്കുകയും വീട്ടിൻ്റെ മുന്നിൽ വന്ന് കുത്തിയിരിക്കുകയും സ്ത്രീകളോട് മര്യാദ പെരുമാറുകയും ചെയ്തു എന്നൊക്കെയുള്ള പഴയ വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ഈ സ്ഥാപനത്തിൻ്റെ രീതി ഇതാണോ? ഈ സ്ഥാപനത്തെ പറ്റി നമുക്ക് അന്വേഷിക്കാൻ കഴിഞ്ഞോ? വളരെ തുച്ഛമായി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പലിശ മാറ്റി നിർത്തിയാൽ അതിന് തിരിച്ചടവ് തുക ഏതാണ്ട് 800 രൂപ അടുത്തൊക്കെ ഉള്ളൂ. അശ്വിൻ, അപ്പോൾ അതിനുവേണ്ടി അക്രമം കാണിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഹാഷ്മി, ഇതിൽ 1,15,000 രൂപയാണ് ശശി വീട് പണിയുടെ അനിവാര്യമായ ആവശ്യം അത്യാവശ്യ ഘട്ടത്തിൽ ലോൺ എടുക്കേണ്ടി വന്നത്. അങ്ങനെ 1,15,000 രൂപ ലോൺ എടുക്കുന്നു. അതിൻ്റെ മൈക്രോ ഫിനാൻസ് സ്ഥാപനമായതുകൊണ്ട് തന്നെ ആഴ്ച തോറുമാണ് അതിൻ്റെ തിരിച്ചടവ് വരുന്നത്. ഒരു മാസം 2,678 രൂപയാണ് വരുന്നത്. ആഴ്ച തോറും വിഘടിപ്പിക്കുമ്പോൾ 672 രൂപ എന്നുള്ള വളരെ തുച്ഛമായ തുകയാണ് വരുന്നത്. വ്യാഴാഴ്ചയാണ് ഇതിൻ്റെ തിരിച്ചടവ് അടയ്ക്കേണ്ടതും. അത് വ്യാഴാഴ്ച മാറി തിങ്കളാഴ്ചയിലേക്ക് പോയി. കഴിഞ്ഞ ആഴ്ചത്തെ അടവ് അവരെ ഫോണിൽ വിളിച്ചിട്ടെടുത്തില്ല. അതുകൊണ്ട് വീട്ടിലെത്തി കാര്യം പറയുക മാത്രമാണ് ചെയ്തതെന്ന് അവർ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ കുടുംബം പറയുന്നത് വീട്ടിലെത്തി വെറുതെ ചോദിക്കുകയല്ല. 2:30-ക്ക് എത്തി വൈകുന്നേരം 4:30 വരെ ഒരു സംഘം നിന്നു. രാവിലെ 10 മണിക്ക് എത്തിയ സംഘം ഉച്ചയ്ക്ക് 1:30 വരെ വീട്ടിൽ തുടർന്നു. അത് നിരന്തരമായി ഭീഷണിപ്പെടുത്തുന്നു. ഒപ്പം ഈ ശശി പുറത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ സൈക്കിൾ തടഞ്ഞു വെക്കുന്നു. അങ്ങനെ അത്തരത്തിലുള്ള ഭീഷണികളൊക്കെ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് കുടുംബം പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ നമ്മൾ ഇവരുമായി ബന്ധപ്പെട്ടെങ്കിലും 2 ബ്രാഞ്ചുകളുണ്ട്. കുർത്തിക്കാട് ബ്രാഞ്ചും മറ്റൊന്നാം താമരക്കുളം ബ്രാഞ്ചുമാണ്. ഇതിൽ താമരക്കുളം ബ്രാഞ്ച് പോലീസ് വിളിച്ചിട്ട് പോലും ഫോൺ അറ്റൻഡ് ചെയ്യാനോ അതിൻ്റെ മാനേജറുമായി സംസാരിക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പോലീസിൻ്റെ അന്വേഷണവും ഇക്കാര്യത്തിൽ മുന്നോട്ട് അല്പം മന്ദഗതിയിലാണ്. താമരക്കുളം ബ്രാഞ്ചിനെതിരെയാണ് ഗുരുതരമായ ആരോപണമുള്ളത്. അവർ ഈ കേസിൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ളത് പ്രധാന ചോദ്യചിഹ്നമാണ്. ഈ ആത്മഹത്യക്ക് പിന്നാലെ ഇന്നലെയും ഇന്നുമായി ബ്രാഞ്ച് അടഞ്ഞു കിടക്കുകയാണ്, തുറന്നിട്ടില്ല എന്നുള്ളതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ്. എന്തായാലും നിരന്തരമായ മറ്റ് പല ആരോപണങ്ങളും ഈ സ്ഥാപനത്തിനെതിരെ പല സ്ഥലങ്ങളിൽ നിന്ന് ഉയർന്നിട്ടുള്ളതാണ്. എന്തായാലും ഇതിൽ പോലീസിൻ്റെ അന്വേഷണമാണ് ഇനി പ്രധാനമായി വരേണ്ടത്. അതിന് ഈ ധനകാര്യ സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹകരണം കൂടി ഉണ്ടാവണം. അത് നിലവിൽ ഉണ്ടാവുന്നില്ല എന്ന് വള്ളികുന്നം പോലീസും പറയുന്നുണ്ട്. ഹാഷ്മി.